എന്തിനാണ് ആഡ് ഓൺ ബജറ്റിൽ ഇത്രയും ധൃതി പിടിച്ച് ഈ ഒരു നികുതി ഘടന നിശ്ചയിച്ച് പ്രഖ്യാപിച്ചു? 10 വർഷം കഴിഞ്ഞ് UDF സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നത് ഇടത് സർക്കാരിന്റെ നയം നടപ്പിലാക്കാനാണോ? അതെ, ഞാൻ മറ്റേ സത്യം പറയാം. ബഡ്ജറ്റിലെ പ്രപ്പോസലുകൾ, ബഡ്ജറ്റിനെ പ്രപ്പോസലായി തന്നെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 202 വകുപ്പ് കാണുന്നത്. അത് പ്രപ്പോസൽ മാത്രമാണ്. അതിന് സാങ്ഷൻ ഉണ്ടാവണമെങ്കിൽ ഗവൺമെന്റ് ഓർഡറുകൾ ഉണ്ടാവണം, അല്ലെങ്കിൽ അതാത് വകുപ്പുകളുടെ ജിയോ തന്നെ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റിലുള്ളത് പ്രപ്പോസലാണ്. ആ പ്രപ്പോസൽ എപ്പോഴാണ് അംഗീകരിക്കപ്പെടുക? അല്ലെങ്കിൽ അതൊരു അങ്ങയുടെ ആദ്യത്തെ ചോദ്യം പോലെ ഇത് വിൽക്കാനാണോ തീരുമാനം? ആരൊക്കെ അതിൽ ഉൾപ്പെടും? ഏതൊക്കെ കമ്പനികളുടെ എത്രയൊക്കെയുള്ള മദ്യങ്ങൾ അതിൽ വരും? ഇനി അതിൽ ഹോർട്ടി വൈനും ഹോർട്ടി ലിക്വറും മാത്രം വന്നാൽ മതിയോ? അതല്ല, അതിനപ്പുറത്തുള്ളത് വരണോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരിന്റെ അബ്കാരി പോളിസിയാണ്. ബഡ്ജറ്റിൽ മാത്രം ഒരു കാര്യം പ്രഖ്യാപിച്ചു. ഇപ്പോ അതാണല്ലോ ഇവരുടെ പ്രധാനപ്പെട്ട വാദം. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു, അതുകൊണ്ട് നാളെ നിങ്ങളുടെ നേതാവിന്റെ, നിങ്ങളുടെ മുതിർന്ന നേതാവിന്റെ കേൾപ്പിക്കണോ? ഞാൻ VM സുധീരന്റെ പ്രതികരണം നമുക്കത് കേട്ടിട്ട് മടങ്ങി വരാം. VM സുധീരന്റെ പ്രതികരണത്തിലേക്ക് പോവാം. വേണ്ടെന്നേ, എന്തിനാണ് അത് കമന്റ് ചെയ്താൽ പോലെ? എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. പ്രപ്പോസൽ വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടി തലത്തിലും UDF തലത്തിലും ഇതേ സംബന്ധിച്ച് ചർച്ച നടത്തുകയായിരുന്നു അഭികാമ്യമായിട്ടുള്ളത്. അങ്ങനെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഉയർന്നു വന്ന വിവാദങ്ങളൊക്കെ ഒഴിവാക്കാനും കഴിയുമായിരുന്നു. സന്തോഷായി, നല്ല സന്തോഷമായി. പ്രതിപക്ഷം അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ പാർട്ടിയിലെ മുതിർന്ന നേതാവിനെ ഇവിടെ നിന്ന് വണ്ടി വിളിച്ച് ഡൽഹിയിൽ പോയി VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയ നേതാവാണ് VM സുധീരൻ. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം പറയുന്നു തിരുത്തണമെന്ന്. ഉത്തരം പറ. അല്ല ആര്യ, ശ്രീ VM സുധീരൻ എല്ലാ കാലത്തും, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന കാലത്ത് എല്ലാ കാലത്തും അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഒരു വാച്ച് ഡോഗായി പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം കൃത്യമായി ഓരോ വിഷയങ്ങളിലും അദ്ദേഹത്തിന് വ്യക്തിപരമായ നിലപാടുകൾ, പാർട്ടിക്ക് വെളിയിലും പാർട്ടിക്കുള്ളിലും ഒക്കെ നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് അത് പറയാനുള്ള സ്പേസ് ഉണ്ടെന്നേ. ഇപ്പൊ അബ്കാരി പോളിസി വെളി വരുന്നതിന് മുമ്പ് എല്ലാ നേതാക്കൾക്കും അവരുടെ അഭിപ്രായം പറയാനുള്ള ജനാധിപത്യ ഡെമോക്രാറ്റിക് സ്പേസ് അത് ഈ പാർട്ടിക്കകത്തുണ്ട്. ഇപ്പൊ MV ഗോവിന്ദൻ ഈ അബ്കാരി പോളിസി അമെൻഡ് ചെയ്തപ്പോൾ ആരെങ്കിലും അതിൻ്റെ എതിരഭിപ്രായം പറഞ്ഞോ? പറയാൻ അവർക്ക് പറ്റിയിട്ടുണ്ടോ? MV ഗോവിന്ദന്റെ കാലത്ത് ബർക്കാഡിയുടെ നിർദ്ദേശപ്രകാരം അബ്കാരി പോളിസിയുടെ അമെൻഡ്മെന്റും കഴിഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ഇത് ശരിയല്ല എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അതാ നിന്റെ വിഷമം. ശരിയല്ലായിരുന്നു എന്നാണ് ഇവരുടെ ഇപ്പോഴത്തെ വാദം. അവരുടെ കുട്ടിയാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയവും എനിക്ക് തർക്കവുമില്ല. 20% വരെയുള്ള വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ളത് അവരുടെ ആശയമാണ്. അതിന് അബ്കാരി ചട്ടത്തിൽ ഭേദഗതി വരുത്തിയത് ഇടതുപക്ഷമാണ്. അതിലിവിടെ ആർക്കും സംശയമില്ല. നിങ്ങൾ ഇവിടെ നികുതി ഘടന നിശ്ചയിച്ചത് 1-ാം തീയതി ഫിനാൻസ് ബില്ല് വരാൻ പോവുകയാണ്. ഇവിടെ ഫിനാൻസ് ബില്ല് പാസ്സായാൽ അത് വിൽക്കില്ലേ? കമ്പനി കോടതിയിൽ പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? രണ്ടാമത്തെ അങ്ങയുടെ ചോദ്യം, ഈ കമ്പനി കോടതിയിൽ പോയാൽ അതിന്റെ കമ്പനിക്ക് ഒരു കാരണവശാലും കോടതിയിൽ പോകാൻ പറ്റില്ല, ഒരു കമ്പനിക്കും. കാരണം എന്താ? ബഡ്ജറ്റിലുള്ള പ്രപ്പോസലാണ്. അത് നിയമമാവണമെങ്കിൽ ഗവൺമെന്റ് ഓർഡർ വരണം, അല്ലെങ്കിൽ അബ്കാരി പോളിസി വരണം. ആ അബ്കാരി പോളിസി വന്നാൽ മാത്രമാണ് വിൽക്കാൻ, ഏതൊക്കെയാണ് വിൽക്കണോ വിൽക്കണ്ടയോ, വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ ഗവൺമെന്റ് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുന്നത്. ബഡ്ജറ്റിൽ നികുതി നിശ്ചയിച്ചു എന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ നികുതി നിശ്ചയിച്ചത്. ഇതിപ്പം സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 1 മാസമല്ലേ ആകുന്നുള്ളൂ. സർക്കാർ പിരിച്ചൊന്നും വിടാൻ പോകുന്നില്ലല്ലോ. സമയമില്ലേ നിങ്ങളുടെ കയ്യിൽ? ഇനിയും ബഡ്ജറ്റുകൾ വരില്ലേ? അതിൽ നിശ്ചയിച്ചാൽ പോരായിരുന്നോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ആ ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന പേരിട്ട ആരാ? MV ഗോവിന്ദൻ. അതിന് അബ്കാരി പോളിസി അമെൻഡ് ചെയ്ത ആരാ? MV ഗോവിന്ദൻ. ഇവർക്ക് നിർഭാഗ്യവശാൽ ടാക്സ് നിശ്ചയിക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ടാണ്? ഇലക്ഷൻ അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അത് ക്ഷേമ പദ്ധതികൾക്ക് തുടർച്ചയാവാം, അല്ലാതെ കേരളത്തെ മദ്യം കൊടുത്ത് കുടിപ്പിച്ച് കിടത്താനാണോ തുടർച്ച? ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. സ്വാഭാവികമായും ബഡ്ജറ്റിലേക്ക്, പ്രത്യേകിച്ച് ഒരു പുതിയ ഗവൺമെന്റ് വരുന്നു, ഞങ്ങളുടെ മേൽ അല്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെ മേൽ 5.5 ലക്ഷം കോടി രൂപയുടെ കടം നിൽക്കുന്നു. ഇമ്മീഡിയറ്റ് ആയി തീർക്കേണ്ട ഏതാണ്ട് 80,000-ഓളം കോടി അതെങ്ങനെ മനസ്സിലായി? അത് വകുപ്പുകൾ എങ്ങനെയാണ് നികുതി വർദ്ധിപ്പിക്കാൻ സാധിക്കുക എന്നതുമായി ബന്ധപ്പെട്ട പ്രപ്പോസലുകൾ കൊണ്ടുവരും. അപ്പോഴാണ് ബഡ്ജറ്റിന് തൊട്ട് മുമ്പ് ഇതാ ഇങ്ങനെ ഒരു പ്രപ്പോസൽ നിൽപ്പുണ്ട്, അതിൽ കഴിഞ്ഞ സർക്കാർ നികുതി നിശ്ചയിച്ചിട്ടില്ല എന്ന പ്രപ്പോസൽ മുമ്പോട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് അഡ്രസ് ചെയ്തു. അത് അഡ്രസ് ചെയ്യുന്നതിൽ എന്താ തെറ്റ്? ന്യായം പറഞ്ഞു. നീ പറഞ്ഞില്ല, എവിടെയാണ് ന്യായം?
ഇപ്പം നികുതി നിശ്ചയിച്ചാൽ നാളെ തൊട്ട് വിൽക്കാൻ പോവുകയാണെങ്കിൽ ആയിരിക്കും എനിക്കോ ഞാൻ മദ്യം ജീവിതത്തിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ ഇന്ന് ഞാനും ആരെയും കൂടെ അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന LDF പ്രതിനിധിയും കൂടെ നമുക്കിറങ്ങി ഏതെങ്കിലും ബിവറേജസ് ഷോപ്പിലോ വേറെ എവിടെയെങ്കിലും പോവാം. ഈ സംസ്ഥാനത്ത് എവിടെയെങ്കിലും ഇപ്പൊ ഈ വീര്യം കുറഞ്ഞ മദ്യം ലഭ്യമാണോ? നികുതി കുറച്ചെങ്കിൽ ഇത് നികുതി കുറച്ച് പിറ്റേന്ന് തൊട്ട് സർക്കാർ ഇതേ കള്ളുകച്ചവടം തുടങ്ങി. വിവരക്കേട് പറയാതെ പറയും. ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ഇത്ര ഇടതുപക്ഷം കൊണ്ടുവന്നു, അവർ ഭേദഗതി വരുത്തി. പക്ഷെ അവർക്ക് കമ്പനിക്ക് ഇവിടെ വിൽക്കാൻ ഓപ്ഷൻ ഇല്ലായിരുന്നു. കാരണം എന്താ? നമുക്കൊരു സാധനം ഒരു കടയിൽ വിൽക്കണമെങ്കിൽ അതിനൊരു നികുതി, അത് ടാക്സബിൾ ആവണം. ഇവിടെ നിങ്ങൾ സെയിൽ ചെയ്യാനുള്ള സെയിൽസ് ടാക്സ് അങ്ങ് ഇട്ടുകൊടുത്തു. അത് പിന്നെ ലോ ആൽക്കഹോളിക് ബിവറേജ് കൊണ്ടിരുന്നത് വിവിധ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകളുടെ പുറത്തായിരുന്നു അന്നത്തെ LDF ഗവൺമെന്റ് അത് മുമ്പോട്ട് വെക്കുന്നത്. അത് ഇതിൽ അഴിമതി ഉണ്ടെങ്കിൽ അതിൽ അഴിമതി ഉണ്ടെന്ന് പറയണം, അതിൽ അഴിമതി ഇല്ലെങ്കിൽ ഇതിൽ അഴിമതിയില്ല. എന്നോടിത് വേണ്ടായിരുന്നു. ബഡ്ജറ്റിൽ ഇപ്പോൾ നികുതി നിശ്ചയിച്ചല്ലോ, ഫിനാൻസ് ബില്ലും പാസ്സാവട്ടെ. അതിനും സർക്കാരിന്റെ അബ്കാരി പോളിസി വരുന്നതിൻ്റെയും ഇടയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യം ലഭ്യമാകുമോ? ഞാൻ അങ്ങേയടക്കം ചലഞ്ച് ചെയ്യാം. എനിക്ക് അങ്ങനെ ഒരു വീര്യം കുറഞ്ഞ മദ്യം നിങ്ങൾ ആരെങ്കിലും മേടിച്ചു തന്നാൽ ഈ പറയുന്ന അബ്കാരി പോളിസി വരുന്നതിന് തൊട്ട് മുമ്പ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ലഭ്യമാക്കിയാൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാം. സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാൽ മതി. കേരളത്തിൽ രജിസ്ട്രേഷൻ ഓഫ് ബ്രാൻഡ് റൂൾസ് പ്രകാരം വിൽക്കണമെന്നാഗ്രഹിക്കുന്ന ഒരു കമ്പനി സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്ക് മുമ്പാകെ അപേക്ഷ നൽകി ആ അപേക്ഷയിൽ പ്രകാരം എക്സൈസ് കമ്മീഷണർ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ എന്ത് നടക്കുകയുള്ളൂ? വിൽപ്പന നടക്കുകയുള്ളൂ. എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ തീർച്ചയായിട്ടും അത് റിജക്റ്റ് ചെയ്യണമെന്ന് നിർദ്ദേശം നൽകാനുള്ള അവകാശം എനിക്കുണ്ട്. ഒരു U-ടേൺ ഡെമോക്രാറ്റിക് ഫ്രണ്ടായിട്ട് UDF മാറിയിരിക്കുന്നു എന്ന് ഈ 35 ദിവസത്തിനുള്ളിൽ എത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും? പെട്രോൾ ഡീസലിൻ്റെ നികുതി ഭീകരത കുറയ്ക്കും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്നു പറഞ്ഞങ്ങ് തുടങ്ങിയിട്ട് PSCയുടെ റാങ്ക് ലിസ്റ്റ് എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങ് എടുത്തു നോക്കിയാൽ എത്ര എണ്ണം വേണമെങ്കിലും ഈ 35 ദിവസത്തിനുള്ളിൽ കാണാൻ കഴിയും. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. 2022-23 മുതൽ തീരുമാനമാകാത്ത ഫയല് UDFന്റെ മദ്യനയം വരുന്നതിന് മുമ്പ് 2.25 മണിക്കൂറിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് വന്ന് ഇതുവരെ ഇല്ലാത്ത വേഗതയിൽ വളരെ ചടുലതയോടെ അതിൽ തീരുമാനമെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇപ്പൊ UDFന്റെ മദ്യനയം വന്നു, അതിൽ അങ്ങനെ തീരുമാനിച്ചു, അത് നടപ്പാക്കാനാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കോടതിയുടെ മുന്നിൽ LDFന്റെ മദ്യനയം UDFന്റെ മദ്യനയം എന്നൊന്നില്ല. ശരിയാണ്, ഇദ്ദേഹത്തിന് ഇത്ര വിവരം ഉണ്ടെന്ന് കണ്ടാ പറയില്ലല്ലേ. നിലനിൽക്കുന്ന സംസ്ഥാനത്തെ മദ്യനയം ഏതാ? അത് LDF കൊണ്ടുവന്ന മദ്യനയാണ്. ആ മദ്യനയപ്രകാരം വൈൻ, ഹോട്ടി ലിക്കർ, അതുപോലെ തന്നെ വീര്യം കുറഞ്ഞ മദ്യം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റൂൾ അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ ഉൽപ്പാദിപ്പിക്കാനും വിൽക്കാനുമുള്ള അധികാരം നിലവിലെ മദ്യനയപ്രകാരമുണ്ട്. പക്ഷേ ലിക്കറാണോ, സ്പിരിറ്റ് ചേർത്ത മദ്യമാണോ, അതിൽ 251 വിൽപ്പന നികുതി. അതിൽ ഗവൺമെന്റ് മാറ്റം വരുത്തിയില്ല. കാരണം കർഷകരെ സഹായിക്കണം. ഇവിടെ നശിച്ചു പോകുന്ന ടൺ കണക്കിന് കശുമാവ്, മാങ്ങ, ചക്ക, അതുപോലെ പൈനാപ്പിൾ ഇവയെല്ലാം കാർഷിക ഉൽപ്പന്നങ്ങളിൽ ഒരു ഉൽപ്പന്നമാക്കി മാറ്റണം. അത് വലിയ തരത്തിൽ സംസ്കരിച്ച് വർദ്ധിപ്പിക്കണം. പിന്നെ നിങ്ങൾ എന്തിനാണ് ചട്ടത്തിൽ ഭേദഗതി വരുത്തിയത്? എക്സിസ്റ്റിംഗ് റേറ്റ് അതല്ലേ? നീ എന്താ ചോദിക്കാത്തതെന്ന് വിചാരിച്ചിരിക്കുക. LDF കൊണ്ടുവന്ന മദ്യനയം LDFോ പിന്നീട് വന്ന UDFോ റദ്ദാക്കിയിട്ടില്ല. അതായത് ബജറ്റ് പാസ്സാക്കുന്നു, ഫിനാൻസ് ബില്ല് അത് നിയമമാക്കുന്നു, നിലവിലെ മദ്യനയം അങ്ങനെ തുടരുന്നു. അതുകൊണ്ട് UDFന്റെ മദ്യനയം തുടരുന്നത് വരെ ഒരു കമ്പനി എന്ന രൂപത്തിൽ എനിക്ക് കേരളത്തിൽ മദ്യം വിൽക്കാൻ പാടില്ല എന്ന് ഒരു കമ്പനിയോടും ഗവൺമെന്റിന് പറയാൻ കഴിയില്ല. കാരണം ബെക്കാഡി വന്നു, അപേക്ഷ കൊടുത്തു. ബെക്കാഡിയുടെ അപേക്ഷയിൽ 251% എന്നുള്ളത് 120% കുറഞ്ഞു. അത് ഫിനാൻസ് ബില്ല് ജൂലൈ 1 പാസ്സാകുന്നു. മദ്യനയം, നിലവിലുള്ള മദ്യനയം റദ്ദാക്കപ്പെട്ടിട്ടില്ല. ആ മദ്യനയം അങ്ങനെ നിൽക്കുന്നു. അവർ കോടതിയിൽ പോയാൽ പുഷ്പം പോലെ, അതായത് ഞങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ വക്കീൽ എണീറ്റ് നിന്നാൽ കിട്ടുന്ന ഉത്തരവായിട്ട് അത് മാറും. ഇവിടെ LDF ഇത്തരത്തിലൊരു ഗൗരവമായ ആരോപണം ഉന്നയിച്ച് ശ്രീ തോമസ് ഐസക് അടക്കം ബജറ്റ് ദിവസം തന്നെ മുന്നോട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ ഈ സ്ഥിതി എന്താകുമായിരുന്നു? ഇപ്പൊ അങ്ങോട്ടും തിരികെയാണല്ലോ. ഞങ്ങൾ മദ്യനയം ചർച്ച ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും. ഈ ഒരു വിവാദം LDF ഉയർത്തിയില്ലായിരുന്നെങ്കിൽ ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? അതായത് UDF അറിയാതെ, കോൺഗ്രസ് അറിയാതെ, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അറിയാതെ, ഒരു നേതാക്കന്മാരും അറിയാതെ വളരെ ചുളുവിൽ
ഈ ധനകാര്യമന്ത്രി, മുഖ്യമന്ത്രി ഈ കാര്യം ബെക്കാഡി കമ്പനിക്ക് നിർവഹിച്ചു കൊടുക്കുമായിരുന്നു. ഓഹോ, അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇന്നിപ്പോ എക്സൈസ് മന്ത്രി ലിജു ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇനിയിപ്പോ ഫിനാൻസ് ബില്ലിൽ ഉൾപ്പെടുത്തിയാൽ പോലും എക്സൈസ് കമ്മീഷണർ അതിൻ്റെ ഒരു ഇത് അംഗീകരിച്ചു കൊടുത്താൽ മാത്രമേ ഇത് നടപ്പിലാക്കാൻ പറ്റുള്ളൂ, അല്ല അത് നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് സാങ്കേതികമായും നിയമപരമായും ശരിയാണോ? അരുണിന്റെ അഭിപ്രായം എന്താണത്? അബ്കാരി നിയമം, അബ്കാരി റൂള്, ബജറ്റ് നിർദ്ദേശം, അതിനനുസരിച്ച് ഫിനാൻസ് ബിൽ, ഇത് 4 വന്നാൽ അങ്ങ് എക്സൈസ് കമ്മീഷൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏത് കോടതിയിൽ പോയും ആ കമ്പനിക്ക് നിയമപരമായിട്ട് അത് നേടിയെടുക്കാം. അല്ലാതെ എല്ലാ നിയമമുള്ള നാട്ടിൽ തടഞ്ഞു വെക്കാൻ കഴിയില്ല. റൈറ്റ് ടു ലൈഫ് പോലെ തന്നെയാണ് റൈറ്റ് ടു ഡു ബിസിനസ്. അത് ഓൾസോ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. അത് അദ്ദേഹം ചെയ്തു കൊടുത്തേ പറ്റൂ. ഈ നിയമമുള്ള നാട്ടിൽ, ബജറ്റ് നിർദ്ദേശമുള്ള നാട്ടിൽ, ഫിനാൻസ് ബില്ലുള്ള നാട്ടിൽ, റൂളുള്ള നാട്ടിൽ നിയമപരമായി ചെയ്തു കൊടുക്കണം. ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഏതും കോടതി അതിൽ ഇടപെട്ട് ചെയ്തു കൊടുക്കാൻ പറയും. അതുകൊണ്ട് ആ മന്ത്രിയുടെ വാദത്തിൽ കഴമ്പില്ല. ശരിക്കും വക്കീൽ തന്നെയാണല്ലേ? കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ. ഭയങ്കര ബുദ്ധിയാ. സാധാരണ എന്നെ പിടിച്ചകത്തിടാറുള്ളത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി.